മരുമോളെന്ന് പറയാൻ പാടില്ലെന്ന് ചിലയിടത്ത് അതുപോലും പറയാൻ പറ്റിയല്ല. ദൈവത്തിന് സ്തോത്രം. അതെ, മോളെന്ന് പറയണമെന്നാണ്. എങ്കിലും പറയട്ടെ, എടുത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അതെ, സാധാരണ ഒരു നാത്തൂന്മാരെ കുറിച്ച് നല്ല സാക്ഷ്യം പറഞ്ഞ് അടുത്തിടയ്ക്ക് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഇവിടെ അത് കേൾക്കാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ നാത്തൂൻ, എൻ്റെ ആങ്ങളയുടെ ഭാര്യ എൻ്റെ അമ്മയെ പൊന്നുപോലെ പൊടി പോലും പറ്റാതെ നോക്കി എന്ന സാക്ഷ്യം എവിടെ കിട്ടും? അതൊരു നല്ല സാക്ഷ്യമല്ലേ? നമ്മുടെ ഭവനങ്ങളിലൊക്കെ അതുണ്ടോ? ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ മാതാവിൻ്റെ പ്രാർത്ഥനയും ദൈവത്തിലുള്ള ആശ്രയവും അചഞ്ചലമായ നിലപാടുമാണ് മറ്റുള്ളവർ തന്നോട് അങ്ങനെ പ്രതികരിക്കാനിടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. പരാതി പറയാതെ ലഭിക്കുന്ന ആഹാരം സ്തോത്രം ചെയ്ത് കഴിച്ച്, ദൈവമേ, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഞാൻ ജീവിച്ചു, പട്ടിണി പാവങ്ങളായി ഞങ്ങൾ ജീവിച്ചു, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ജീവിച്ച കാലഘട്ടമുണ്ട്, ഇതെല്ലാം ദൈവം തന്നല്ലോ, സ്തോത്രം കർത്താവേ എന്ന് പറഞ്ഞ് പരാതിയില്ലാതെ അനുഭവിച്ചു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ജീവിച്ചിരുന്നതിനാൽ അവർ തൃപ്തിയുള്ള ഒരു മനസ്സിന്റെ ഉടമയായി തീർന്നു. ഞാൻ പറഞ്ഞല്ലോ, 2007 ഞാനിവിടെ വന്നപ്പോൾ അസുഖങ്ങളൊന്നുമില്ല. ഈ മാതാവിന് വളരെ നന്നായിട്ട് ഞങ്ങളോട് ഇടപെടുകയും ആതിഥ്യം അരുളുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അതെ, ഈ അടുത്തിടയ്ക്ക് ഞാനിവിടെ ഇരിക്കുമ്പോൾ അവർ ബലഹീനയായിരുന്നു. ഈ അടുത്തിടയ്ക്ക് വന്ന് കാണുമ്പോൾ അതിലും ബലഹീനയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എങ്കിലും ദൈവം നല്ലൊരു അവസാനം നൽകി മാനിച്ചു തോർത്തുന്ന ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവവചനം പറയുന്നു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ദൈവത്തെ മാനിച്ച് ജീവിച്ചവരുടെ ഒടുവിലത്തെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ദൈവം അവരെ മാനിച്ചുവെന്ന്. അതിലുപരിയായി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിന്റെ പൂർവ്വസ്ഥിതി അപ്പമായി തോന്നും, നിന്റെ അന്തിമസ്ഥിതി അതിമഹത്തായിരിക്കും. യോബിന്റെ ജീവിതത്തെ നമുക്ക് 3ആയി തിരിക്കാം. ഒന്ന്, മക്കോഫനമെന്ന് നമുക്ക് തോന്നുന്ന ഒരു കാലഘട്ടം. രണ്ടാമത്തെ കാലഘട്ടം ഒരു പരീക്ഷാ കാലഘട്ടമായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട്, തന്റെ ശരീരത്തിന് പോലും സുഖമില്ലാതെ ആയിത്തീർന്ന, ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ട്, സൗന്ദര്യമെല്ലാം നഷ്ടപ്പെട്ട്, പിടിപാടുകളൊക്കെ നഷ്ടപ്പെട്ട്, ഉറ്റൊരു ഉടയൊരു സ്വന്തം ഭാര്യയും പോലും വെറുത്ത ഒരു കാലഘട്ടം, തന്നെ കൂടുതലായി അനുഗ്രഹിച്ച, വിശേഷിപ്പിച്ച ഒരു കാലഘട്ടം. ബ്രാക്കറ്റ് കാലയളവിൽ, കഷ്ടതയുടെ കാലയളവുകളാണ് പറയുന്നത്. നിന്റെ പൂർവ്വസ്ഥിതി അല്പമായി തോന്നും, നിന്റെ അന്തിമസ്ഥിതി അതിമഹത്തായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ആത്മാവിനാൽ വെളിപ്പെടുത്തി തന്ന് നമ്മെയും മാനസാന്തരത്തിലേക്കും വിശ്വാസ സ്നാനത്തിലേക്കും പരിശുദ്ധാത്മാ നിറവിലേക്കും വഴി നടത്തി ഈ ലോകത്തിൽ ദൈവം നൽകുന്ന സമയങ്ങളെ തക്കത്തിൽ ഉപയോഗിച്ച് ആ തേജസ്സിന്റെ പങ്കാളികളായി തീരുവാനായിട്ട് ഒരുങ്ങാം. ഈ മാതാവ് കഴിഞ്ഞ ദിനങ്ങളിലൊക്കെയും നീതീകരണം പ്രാപിച്ച ശേഷമായി വിശ്വസിച്ച കണ്ണുകളൊക്കെ മാറി. ദൈവത്തിന് സ്തോത്രം. തേജസ്സേറിയ ഒരു മുഖത്തോടുകൂടെ ഈ മാതാവിനെ നമുക്ക് കാണാമെന്ന ആ ദൈവത്തിന് സ്തോത്രം. കാഹളം ധരിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും കർത്താവ് വരികയാണെങ്കിൽ മുൻഗണന ഈ മാതാവിനാണ്, അല്ലേ? ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധന്മാർ കാത്തു നിൽക്കുന്നു എന്നോ വന്നിടുമോ? ഇസ്രാമനാട്ടിലെത്തിടുവാനുണ്ടോ ഇനി താമസഞ്ഞ എത്ര കാലമോടണം? ചൊല്ലിടുക ആത്മാവേ ആശ്വാസത്തിനായുണ്ടോ ഇനി താമസഞ്ഞാൻ എത്ര കാലമോടണം? ചൊല്ലിടുക ആത്മാവേ ആശ്വാസത്തിനായി പ്രത്യാശയോടി ലോക ഇട്ടക്കേരെ നടത്തിയ എത്രയോ പരിശുദ്ധന്മാർ കാത്തു നിൽക്കുന്നു. പ്രത്യാശയോടി ലോകം വിട്ടക്കേരെ നടത്തിയ എത്രയോ പരിശുദ്ധന്മാർ കാത്തു നിൽക്കുന്നു. എന്നോ വന്നിടുമോ? വിശ്രാമനാട്ടിലെത്തിടുവാനുണ്ടോ ഇനി താമസഞ്ഞ എത്ര കാലമുണ്ടോ? ഇനി താമസഞ്ഞാൻ എത്ര കാലം ഓടണം? ചൊല്ലിടുക ആത്മാവേ. ദൈവത്തിന്റെ സ്തോത്രം. ആയതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവീയ ഉപദേശം കേട്ട ഓരോരുത്തരുടെയും ജീവൻ നൽകുമാറാകട്ടെ. ആ പ്രത്യാശയോടെ ജീവിതയാത്ര തുടരുവാൻ ഓരോരുവരെയും ദൈവം സഹായിക്കും. ദൈവത്തെ അറിയാതെ ദൈവവഴിയിൽ ജീവിക്കാതെ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ച പാപത്തിലും ശാപത്തിലും ജീവിച്ചാൽ മരിക്കുമ്പോൾ നിത്യനാശമെന്ന ശിക്ഷാവിധിയിൽ തീപ്പൊയ്ക്ക് യോഗ്യനായി തീരുവാനിടയായി തീരും. എന്നാൽ ഈ പ്രിയമാതാവിന്റെ ജീവിതത്തിൽ
അങ്ങനെയുള്ള അനുഭവത്തിൽ പോകാതെ ജീവനോടിരിക്കുമ്പോൾ തന്നെ സ്വർഗരാജ്യത്തിനേറ്റതായ ആത്മീയ അനുഭവങ്ങൾ കരുതി നിത്യസ്വർഗത്തിൽ പോകുവാനുള്ളതെല്ലാം ജീവിതത്തിൽ സമ്പാദിച്ച ആ സമ്പാദ്യം ഇവിടെ കൂടപ്പെട്ട എല്ലാവരെയും അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. മക്കളെയും കൊച്ചുമക്കളെയും മരുമക്കളെ ആശ്വസിപ്പിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. നമ്മുടെ യേശു തേജസ്സിൽ വെളിപ്പെടുവാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യാം. ആ യേശുവിനെ എതിരേൽപ്പാൻ തക്കവണ്ണം എല്ലാവരും പിതാവാം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പുത്രനാം യേശുവിനെ സ്തോത്രം ചെയ്യാം. പരിശുദ്ധാത്മാവാം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വേഗം വരുന്ന കർത്താവിന് സ്തോത്രം ചെയ്യാം. ശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് തന്റെ ക്രിസ്തീയ ജീവിതത്തെ ആരംഭിക്കുവാൻ പ്രിയാദാസിക്ക് കൊടുത്ത ഭാഗ്യത്തിനായി സ്തോത്രം. സ്നാനമേറ്റ കർത്താവിനോട് ചേരുവാൻ ഭാഗ്യം കൊടുത്തതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആത്മനിറവിൽ ജീവിപ്പാൻ ഭാഗ്യം കൊടുത്തതിനായി സ്തോത്രം. വിശുദ്ധ കൂട്ടായ്മയുടെ ബന്ധവും ദൈവസംസർഗവും കർത്താവ് നൽകിയതിനായി സ്തുതിക്കുന്നു. സാക്ഷിയായി ശോഭിപ്പാൻ ഭാഗ്യം കൊടുത്തതിനായി സ്തുതിക്കുന്നു. കഷ്ടങ്ങളിലേക്ക് പോകാതെ കർത്താവിൽ വിശ്വാസ നായകനായി, എല്ലാമായി നല്ല മാതാവായി, നല്ല പിതാവായി, ആശ്വാസദായകനായി, നായകനും നടത്തിപ്പുകാരനുമായി ഇതിന്റെ ആലോചന എല്ലാവരെയും തുടർന്നും നടത്തണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ പ്രിയ മാതാവ് വെച്ചു പോയതായ നല്ല വിശ്വാസത്തെ പിൻപറ്റുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പൽക്കാലം ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ചെയ്തവരെയും കർത്താവിന്റെ വരവിന് വേണ്ടി, നിത്യരാജ്യത്തിന് വേണ്ടി അവിടുന്ന് ഒരുക്കിക്കൊള്ളും. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. കൊണ്ടുവന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാ കുടുംബാംഗങ്ങൾക്കായി സ്തോത്രം. ഏവരെയും അനുഗ്രഹിച്ച കൃപയിൽ സൂക്ഷിച്ച് മഹിമയെ നാളിനായി ഒരുക്കണമേ. ഞങ്ങൾക്ക് ഇതുപോലെ കടന്നു പോയിക്കൊണ്ടെന്ന് ഓർത്തുകൊണ്ട് സമയത്തിലും അസമയത്തിലും ഒരുക്കമുള്ളവരായി, പ്രത്യാശയുള്ളവരായി നിലനിൽപ്പാൻ സഹായിക്കണമേ. സകലമാനവും മഹത്വം അങ്ങേക്ക് തരുന്നു. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. പരിശുദ്ധാത്മാവാൻ ദൈവത്തിന്റെ സഹവാസവും കാവലും നമ്മോടും സകല വിശുദ്ധന്മാരോടും കൂടപ്പെട്ട എല്ലാവരോടും കർത്താവിന്റെ വരുവരിയിരിക്കുമാറാകട്ടെ. ആമേൻ. സോദരാം സോദരാം സോദരാം. ഹല്ലേലൂയ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമോരിഞ്ഞ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും ഉണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ. എത്തുന്നേ ഞാനെൻ
നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാം. തിരുവചന ഭാഗമായിരിക്കുകയാണ്. സഹോദരന്മാരെ, മാംസരക്തങ്ങൾ ദൈവരാജ്യത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാൻ നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല. എന്നാൽ പെട്ടെന്ന് കണ്ടിരിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ ചേരായിരിക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. തെസ്സലോനിക്കർക്കെഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 13 വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു. എങ്കിലും അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ഇവരോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകില്ല എന്ന് ഞങ്ങളുടെ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന അവനോട് ഒരുമിച്ച ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യവന്യം ആശ്വസിപ്പിച്ചുകൊള്ളി. ദൈവത്തിന്റെ സ്തോത്രം. നമ്മെ ആശ്വസിപ്പിച്ച നമ്മുടെ പ്രത്യാശയെ ഉയർത്തി വളർത്തിയെടുക്കുന്ന തിരുവചന ഭാഗങ്ങളാണ് ഇപ്പോൾ നാം വായിച്ചു കേട്ടത്. ഭവനത്തിൽ ലഭിച്ചു നടന്ന അടക്കാരാധനയോടുള്ള ബന്ധത്തിലുള്ള ശുശ്രൂഷ ദൈവം നടത്തി. ഇനി ഇപ്പോൾ ഈ അടക്ക സ്ഥലത്ത് നാം കൂടി വന്നിരിക്കുന്നത് ഈ ബോഡി മണ്ണിന് ദാനം ചെയ്യുവാൻ വേണ്ടിയാകുന്നു. മണ്ണാകുന്ന നീ മണ്ണിൽ തിരികെ ചേരുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം ഈ ശരീരത്ത് നിറവേറ്റപ്പെടേണ്ടതായിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച മണ്ണുകൊണ്ട് ഉണ്ടാക്കി ജീവശ്വാസം ഊതിയപ്പോൾ ജീവനുള്ള ദേഹിയായി തീർന്നു. ദൈവത്തിന്റെ ശ്വാസം ഈ മണ്ണിലേക്ക് വന്നപ്പോൾ ഒരു ജീവനുള്ള വസ്തുവായി, ഒരു ദേഹിയായി, ഒരു മനുഷ്യനായി ഈ വ്യക്തി മാറ്റപ്പെട്ടതുപോലെ ദൈവത്തിന്റെ സ്തോത്രം. ആയിക്കൊണ്ടാണ് 90-ാം സങ്കീർത്തനത്തിൽ നാം വായിച്ചത്, ആത്മാവ് നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകാം. ഈ ശരീരത്തിൽ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപേ വരെ ഒരാത്മാവുണ്ടായിരുന്നു. ആത്മാവ് ദൈവസന്നിധിയിൽ ചേർത്ത് കഴിഞ്ഞപ്പോൾ പിന്നീട് ഒരു ജഡശരീരം മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ സ്തോത്രം. ഈ ആത്മാവിനെ നൽകിയ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ പ്രിയ മാതാവ് ഈ ഭൂമിയിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് അവർക്ക് അവസാനമായി ലഭിക്കുന്ന അനുഗ്രഹത്തിന്റെ നിറവ്. ദൈവത്തിന്റെ സ്തോത്രം. തിരുവചനത്തിൽ നാം വായിക്കുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, യോബിന്റെ പുസ്തകത്തിൽ 28-ാം അധ്യായം 27-28 വാക്യത്തിൽ വായിക്കുമ്പോൾ കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം, ദോഷമകന്ന് നടക്കുന്നത് തന്നെ വിവേകം. ദൈവത്തിന്റെ സ്തോത്രം. ദൈവഭക്തിയോടെ ജീവിപ്പാനും ദൈവീയ ഉപദേശങ്ങളിൽ ജീവിതം നയിക്കുവാനും ഈ പ്രിയ മാതാവിന് ഒരു വിലയേറിയ ഭാഗ്യം നൽകി. 2 വിധമായ ദൈവീയ ഭാഗ്യങ്ങളെ കുറിച്ച് ഈ തിരുവചന ഭാഗത്ത് നമുക്ക് കാണാം. ഒന്ന്, കർത്താവിനോടുള്ള ഭക്തിയുള്ള ജീവിതം, അത് തന്നെ ജ്ഞാനം. ദോഷം അകന്ന് നടക്കുന്നത് തന്നെ വിവേകവും. ദൈവത്തിന്റെ സ്തോത്രം. ഭക്തിക്കൊത്ത ഒരു ജീവിതം നയിച്ച് അനുഗ്രഹീതയായി തീരുവാനൊക്കെ വേണം ഈ പ്രിയ മാതാവിന് ഭാഗ്യം ലഭിച്ചു. ഒരു കാലത്ത് ഈ സത്യം അറിഞ്ഞുകൂടാത്ത ഒരു ജീവിതം ഉണ്ടായിരുന്നു. എന്നാൽ ഈ അപ്പോസ്തലിക ഉപദേശ സത്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, ആ ദൈവീക വെളിച്ചം തന്റെ ഉള്ളത്തിൽ വീശിയപ്പോൾ കർത്താവിനോടുള്ള ആ ഭക്തിയുള്ള ജീവിതം തന്നെ തന്റെ ജീവിതത്തിൽ ജ്ഞാനത്തെ ഉളവാക്കുവാനിടയായി. അത് നിമിത്തം ദോഷവഴികളെ അകന്ന് നടക്കുന്നതിനും വിവേകത്തോടെ ജീവിപ്പാനും തന്റെ ഹൃദയത്തിൽ തീരുമാനമെടുക്കുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ സ്തോത്രം.
ദൈവഭക്തിയുള്ള ഒരു ജീവിതം തന്റെ ജീവിതത്തിൽ ആരംഭിച്ചപ്പോൾ തന്റെ കുടുംബത്തെയും തന്റെ കുഞ്ഞുങ്ങളെയും ആ വിധത്തിൽ വളർത്തുവാനൊക്കെ വേണം ഒരു ജീവിതം താൻ കൈവരിക്കുവാനിടയായി തീർന്നു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതം, ഒരു അപ്പോസ്തോലിക പ്രതിഷ്ഠയുള്ള ശുശ്രൂഷകരോടുള്ള ബന്ധത്തിൽ ജീവിപ്പാനും ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെടുവാനും ഇടയായി. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് ഈ ജനശരീരം വിളിച്ചു പറയുകയാണ്, ഞാൻ കർത്താവിൽ പ്രത്യാശ വെച്ച് ജീവിച്ചതുപോലെ പ്രിയ സഹോദരങ്ങളെ, ചാർച്ചക്കാരെ, ബന്ധുമിത്രാദികളെ, ദൈവത്തിന്റെ സ്തോത്രം, നമ്മുടെ ചടങ്ങാചാരങ്ങളാകുന്ന പൂർവീകത്വത്തെ വിട്ട് സത്യത്തിലും ആത്മാവിലും കർത്താവിനെ ആരാധിച്ച് പ്രത്യാശയോടുകൂടെ ദൈവഭക്തിയോടുകൂടെ ദൈവത്തിന് സ്തോത്രം ദൈവസന്നിധിയിൽ ജീവിപ്പാൻ നിങ്ങൾ ഒരുക്കപ്പെടുക എന്ന് ഈ പ്രിയ മാതാവ് ജീവിതത്തിൽ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ആയതുകൊണ്ടാണ് ഇന്ന് ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്യുവാൻ പോയതുപോലെ ഭക്തിയുള്ള ദൈവത്തിന്റെ ജനം ഈ പകൽക്കാലം ഈ ഭവനത്തിലും ഈ അടക്കത്തിലും കൂടി വന്നിരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവഭക്തി അവരുടെ ജീവിതത്തിൽ ജ്ഞാനമായിരുന്നു. ദൈവഭക്തി അവർക്കൊരു വിവേകമായിരുന്നു. കുഞ്ഞുങ്ങളെയും ആ വിധത്തിൽ പഠിപ്പിപ്പാൻ്റെയൊക്കെ വെള്ളം ഒരുക്കപ്പെടുകയുണ്ടായി. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഓർപ്പിക്കുകയുണ്ടായി. ദൈവത്തിന്റെ സ്തോത്രം. എന്താണ് നമ്മെ ഓർപ്പിച്ചത്? നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. സ്വർഗത്തിൽ പോകണം, യേശുവിന്റെ അടുക്കൽ പോകണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ദൈവത്തിന്റെ സ്തോത്രം, ആദി സ്വർഗത്തിന് മുകളിൽ യേശുവിന്റെ അടുക്കൽ ചെല്ലണമെങ്കിൽ ഈ ലോകത്തിലായിരിക്കുമ്പോൾ പാപവഴികളെ വിട്ട് പാപജീവിതത്തെ ഉപേക്ഷിച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ജലസ്നാനമെടുത്ത് യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ കഴിയുകയുള്ള യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഓർമ്മിക്കുകയുണ്ടായി, ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, അതൊരുക്കിയാൽ വീണ്ടും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പ്രിയ സഹോദരങ്ങളെ, യേശു തമ്പുരാൻ നമ്മെ ഓർപ്പിച്ചുണർത്തിയ ദൈവത്തിന്റെ വചനം, ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ആ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലം ഒരു ദൈവവൈദ്യന് വേണ്ടിയാണ്. കർത്താവിൽ പ്രത്യാശയോടെ ജീവിക്കുന്ന ഒരു ദൈവവൈദ്യന് വേണ്ടിയാണ്. ആ സ്ഥലത്ത് യേശുവിന്റെ അടുക്കൽ ചെല്ലണമെങ്കിൽ ദൈവത്തിന്റെ സ്തോത്രം പാവവഴിയിലും ചടങ്ങാചാരമാകുന്ന പാരമ്പര്യത്തിൽ നിന്നാൽ എത്തുകയില്ല. മാനസാന്തരപ്പെടണം, പാവങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കണം, ക്രിസ്തുവിനോട് ചേരുവാൻ മുഴുകൽ സ്നാനം സ്വീകരിക്കണം, പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. പ്രത്യാശയോടുകൂടെ ജീവിതയാത്ര തുടരണം. ഈ പ്രിയ മാതാവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ആ സ്വർഗീയമാകുന്ന അനുഗ്രഹം പ്രാപിച്ച്, ആയതുകൊണ്ടാണ് യോബിന്റെ പുസ്തകത്തിൽ നാം വായിച്ചത്, ദൈവഭക്തിയുള്ള ഒരു ജീവിതം അവർ നയിച്ചു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 33:6 വായിക്കുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം അതവരുടെ ജീവിതത്തിൽ ഒരു നിക്ഷേപമായി തീർന്നു എന്നോർപ്പിക്കുകയാണ്. ദൈവത്തിന് ക്ഷീണങ്ങൾ ഏർപ്പെട്ടപ്പോഴും ശാരീരിക കഷ്ടങ്ങളിൽ കൂടി കടന്നുപോയപ്പോഴും അവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ ദൈവത്തിന്റെ സ്തോത്രം ഒരു നിക്ഷേപത്തെ അവർ കരുതിയിരുന്നു അവരുടെ ഹൃദയത്തിൽ. ദൈവത്തിന്റെ സ്തോത്രം. ആയതുകൊണ്ട് ആ നിക്ഷേപം എന്തായിരുന്നു? മാനസാന്തരപ്പെട്ടു, ജലസ്നാനമെടുത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അപ്പോസ്തലികോപദേശ സത്യങ്ങളിൽ അടിയുറച്ച് വിശ്വാസിച്ചുകൊണ്ട് പ്രത്യാശയോടുകൂടെ അവർ ജീവിതയാത്ര തുടർന്നു. ദൈവത്തിന്റെ സ്തോത്രം. ആ സന്ദർഭത്തിൽ ഏത് നേരത്ത് മരിച്ചാലും ഏത് നേരത്ത് ജീവൻ പോയാലും പ്രത്യാശയോടുകൂടെ തിരുസന്നിധിയിൽ ചേർക്കപ്പെടുമെന്നുള്ള ഒരു വലിയ വാഞ്ച ഉള്ളത്തിലുണ്ടായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അല്പനാൾ ശരീരത്തിൽ കഷ്ടം അനുഭവിച്ചു. യോബിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ വായിക്കുന്നത്, സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവൻ കഷ്ടസമ്പൂർണൻ എന്ന് ഓർപ്പിക്കുകയാണ്. 14-ാം വാക്യം. അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണനുമാണ്. അടുത്ത്, പൂ പോലെ വിടർന്ന് ഒഴിഞ്ഞു പോകുന്നു, നിലനിൽക്കാതെ നിഴൽ പോലെ ഒഴിഞ്ഞു പോകുന്നു. കഷ്ടസമ്പൂർണനാണ് മനുഷ്യൻ. ഓരോരുടെയും ജീവിതത്തിൽ കഷ്ടസമ്പൂർണതയുള്ള ഓരോ കാലയളവുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഈ പ്രിയ മേധാവിന്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച്, ദുഃഖങ്ങൾ വിവിധ നിലവാരത്തിൽ അനുഭവിച്ചുവെങ്കിലും തന്റെ വിശ്വാസം, തന്റെ നിക്ഷേപം
നഷ്ടപ്പെടുത്തി കളയാതെ താൻ പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാൻ പ്രത്യാശയെ പുതുക്കിക്കൊണ്ട് തന്റെ ഓട്ടത്തെ ഓടുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് ഒരു വലിയ പ്രത്യാശ വിളിച്ചറിയിക്കുകയാണ്. ഇന്ന് യേശു വെളിപ്പെടുകയാണെങ്കിൽ ജീവനോടെ നിൽക്കുന്ന നമ്മേക്കാൾ മുൻപേ ഈ പ്രിയ മാതാവ് കാഹള ശബ്ദത്തിങ്കിൽ മുൻപേ ഉയർത്തെഴുന്നേൽക്കുവാനിടയായി തീരും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടുകയുള്ള. ദൈവത്തിന്റെ സ്തോത്രം. ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഉയർത്തെഴുന്നേൽപ്പിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ നിരയിൽ 5 കൂട്ടരും, രണ്ടാമത്തെ നിരയിൽ 2 കൂട്ടരും. ഒന്നാമത്തെ നിരയിൽ 5 കൂട്ടർ എന്ന് പറയുന്നത് ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിന്റെ ശരീരമാ സഭ. ദൈവത്തിന്റെ സ്തോത്രം. പിന്നെ രക്തസാക്ഷികൾ, പഴയ നിയമ വിശുദ്ധന്മാർ, ഹാനോക്കും ഏലിയാവും, ഇങ്ങനെ 5 കൂട്ടർ ചേരുന്നത് ഒന്നാം പുനരുദ്ധാനത്തിന് യോഗ്യരായ വിശുദ്ധന്മാർ. ഈ ഒന്നാം പുനരുദ്ധാനത്തിന് യോഗ്യരായ വിശുദ്ധന്മാരാണ് 1000 ആണ്ട് വാഴ്ചയിൽ ഈ ഭൂമിയിലേക്ക് വന്ന് ഈ ഭൂമിയിൽ ഭരണം നടത്തുവാൻ പോകുന്നത്. 1000 ആണ്ട് വാഴ്ചയുടെ ഭരണം കഴിഞ്ഞാലുടൻ ദൈവത്തിന് സ്തോത്രം രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. പിന്നീട് വലിയ ന്യായവിധി ഉണ്ടാകുന്നു. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ ഉയർത്തെഴുന്നേൽപ്പ് നീതിമാന്മാരും പാപികളും ഉയർത്തെഴുന്നേൽക്കുവാനിടയായി തീരും. നീതിമാന്മാരും പാപികളും ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ ദൈവത്തിന്റെ സ്തോത്രം നീതിമാന്മാർ പിതാവിന്റെ രാജ്യത്തിലേക്കും ദുഷ്ടന്മാർ പാപികൾ നിത്യ തീപ്പൊയ്കയിലേക്കും പോകപ്പെടും. അതാകുന്നു രണ്ടാമത്തെ ഉയർത്തെഴുന്നേൽപ്പ്. എന്നാൽ ഒന്നാമത്തെ ഉയർത്തെഴുന്നേൽപ്പിൽ പങ്കുള്ളവൻ വിശുദ്ധനും ഭാഗ്യവാനുമെന്ന് തിരുവചനത്തിൽ ഓർപ്പിക്കുകയാണ്. ആ ഒന്നാം പുനരുദ്ധാനത്തിന് യോഗ്യതയുള്ളവരായി മാറ്റപ്പെടുവാൻ തക്കവണ്ണം ഇന്നിവിടെ കൂടപ്പെട്ടിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ആ ഭാഗ്യം നൽകുമാറാകട്ടെ. അതിനു മുൻപേ ഈ പ്രിയ മാതാവ് കാഹള ശബ്ദത്തിങ്കൽ കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാനിടയായി തീരും. ഈ പ്രത്യാശയോടുകൂടെ ഈ ജഡശരീരം നാം മണ്ണിന് ദാനം ചെയ്യുവാൻ പോകുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. നമ്മയും നമ്മുടെ ജീവിതത്തെ പുതുക്കിക്കൊണ്ട് കൂടപ്പെട്ട എല്ലാവരും മക്കളും കൊച്ചുമക്കളും ചാർച്ചക്കാരും സഹോദരങ്ങളും തങ്ങളുടെ ജീവിതം എങ്ങനെയിരിക്കുന്നു എന്ന് ആരാഞ്ഞ് പരിശോധിച്ച് പ്രത്യാശയോടുകൂടെ ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിച്ച് അപ്പോസ്തല ഉപദേശ സത്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ച വേഗം വരുന്ന യേശുവിനെ എതിരേൽപ്പാൻ ഒരുക്കപ്പെടാം. നിത്യനാശമെന്ന തീപ്പൊയ്കയിൽ നിന്ന് വിടുവിക്കപ്പെടാം. സുവിശേഷം അനുസരിക്കാത്തവർ നിത്യനാശമെന്ന തീപ്പൊയ്കയിലേക്ക് പോകുന്ന സമയം ഏറ്റവും അടുത്തിരിക്കുന്നു. ആയതിനാൽ അതിൽ നിന്ന് വിടുവിക്കപ്പെട്ട് നിത്യരാജ്യത്തിനായി ഒരുക്കപ്പെടുവാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിൽ പാർത്തലേ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശേ പേർ വിളിക്കും നേരം കാണും എൻ പേരും. നിന്റെ ജയം എവിടെ? മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. മണ്ണാകുന്ന നീ മണ്ണിലേക്ക് ചേരുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം മണ്ണിന് ദാനം ചെയ്യുന്നു. സ്തോത്രം, 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 സ്തോത്രം. സ്വർഗസ്വനായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആരും മഹത്വത്തിനൊരുക്കപ്പെടുവാൻ തക്കവണ്ണം ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് ജലസ്നാനമെടുത്ത് പരിശുദ്ധാത്മശക്തി പ്രാപിച്ച ഈ പ്രിയ മാതാവ് ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള ആ പ്രത്യാശ നൽകി
ഞങ്ങൾ മണ്ണിന് ദാനം ചെയ്തിരിക്കുന്നു. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന ഞങ്ങൾ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുമല്ലോ. ആ പ്രത്യാശ ജീവിതത്തിൽ അനുഭവമാക്കി തീർക്കേണ്ടതിന് ഓരോരുത്തർക്കും കൃപ നൽകും. അതിന് വന്യമായി നിത്യ നരകത്തിന് യോഗ്യരായി ഒരുവരും മാറ്റപ്പെടാതെ വണ്ണം നിത്യ സ്വർഗത്തിന് യോഗ്യരായി തീരുവാൻ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിപ്പാൻ കൃപ നൽകും. കൂട്ടങ്ങളെ നടത്തി അനുഗ്രഹിച്ചതിനായി സ്തോത്രം. കൂടപ്പെട്ടവരെ ആശ്വസിപ്പിച്ച് അനുഗ്രഹിച്ച് ദൈവസമാധാനത്താൽ നിറച്ചു കാത്തുകൊള്ളും. യേശുവിന്റെ നാമത്തിൽ തന്നെ. സോദര 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 നമ്മുടെ കർത്താവായ യേശുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവാൻ ദൈവത്തിന്റെ സഹവാസവും കാവലും നമ്മോടും സകല വിശുദ്ധന്മാരോടും ഈ കുടുംബത്തോടും കർത്താവിന്റെ വരുവരിയിരിക്കുമാറാകട്ടെ. ആമേൻ. സോദര സോദര